നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ കാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രീയമായ ചില വിശകലനങ്ങളെക്കുറിച്ചാണ്. അതായത് ന്യൂട്ടൻ്റെ ചലന നിയമവും ഖുർആനും അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി എന്ന വിഷയത്തെ പറ്റി. പക്ഷേ ഇത് രണ്ടും ഒന്നാണെന്നാണ് പൊതുജനം ധരിച്ചു വച്ചിരിക്കുന്നത്. അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന വിഷയത്തെ പറ്റിയാണ് സർ ഐസക് ന്യൂട്ടൺ സംസാരിച്ചതെങ്കിൽ സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഓഫ് തിയറിയെ പറ്റിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ സംസാരിച്ചത്. ഇത് രണ്ടും ഒന്നല്ല. അതായത് ഈ സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഓഫ് തിയറി എന്നതിനെ പറ്റിയാണ് ഖുർആൻ സംസാരിച്ചത്. ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. ജൂതനായി കിടക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീന് ഈ സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഓഫ് തിയറി അവതരിപ്പിച്ചപ്പോൾ ദൈവം അതോടെ ഇല്ലാതായി എന്ന് വിശ്വസിച്ച മുസ്ലിങ്ങളടക്കമുണ്ട് ലോകത്ത്. പക്ഷെ അതിലേക്ക് കൂടുതൽ ജനങ്ങൾ അന്വേഷണാത്മകമായിട്ട് ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്തപ്പോഴാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഓഫ് തിയറിയെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലം മുമ്പ് സംസാരിച്ചത്. ഖുർആൻ എന്ന തിരിച്ചറിവിലൂടെയാണ് വീണ്ടും ഖുർആനിൽ ഇസ്ലാമിലേക്ക് ജനപ്രവാഹം ഉണ്ടായത്. അപ്പോൾ മനസ്സിലായില്ലേ? പക്ഷെ ഇത്തരം ഒരു വിഷയം ലോകത്ത് മൂടിവെക്കപ്പെടുകയാണ് ചെയ്തത്. ഈ ഒരു വിഷയം പെട്ടെന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് അള്ളാഹുവിനെ ആരും കണ്ടിട്ടുമില്ല. അള്ളാഹു എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുമ്പോൾ അതൊരു വസ്തുവായിട്ട് ഈ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതുമാണ് ഈ ഗ്രാവിറ്റേഷണൽ തിയറിയും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആക്ടിവിറ്റിയും. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, പ്രൊഡക്റ്റ് എന്തെങ്കിലും ഒരു സാധനം ഞാൻ എടുത്തു. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ഞാൻ ഇത്തരം പോകുന്ന ചെറിയ കഷ്ണം ഇതെടുത്തു. ഇതിൻ്റേതായൊരു വെയിറ്റ് ഭൂമിയിലില്ലാതിരിക്കില്ല. ഇതൊരു വസ്തുവാണ്. ഈ വസ്തു വിഘടിച്ചിട്ട് ഏറ്റവും ഇതിൻ്റെ ചെറിയ അംശമായതിൻ്റെ ആറ്റം പോലും വിഘടിച്ച് പഠിച്ചതിന് ശേഷവും അതിൻ്റെ ഒരു എഫക്റ്റ് അവിടെ നിലനിൽക്കുന്നതിനെ പറ്റിയാണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഓഫ് തിയറിയിലൂടെ ഐൻസ്റ്റീൻ സിദ്ധാന്തിച്ചത്. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ പൊതുജനം വിചാരിച്ചെന്താ, ആ വസ്തു അവിടെ ഇല്ലാത്തടത്തോളം കാലം പിന്നെ അവിടെ ഒരു വസ്തുവില്ല. അല്ലാതെ അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പോൾ പദാർത്ഥങ്ങളില്ലാതെ പിന്നെ ഒന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, പദാർത്ഥങ്ങളില്ലാതെ ഒന്നുമില്ല. അപ്പോൾ പദാർത്ഥങ്ങളല്ലാത്ത ഒരാളിനെ പിന്നെ ദൈവം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നതിൽ ഒരർത്ഥമില്ലല്ലോ എന്ന് പൊതുജനം അങ്ങോട്ട് ചോദിച്ചപ്പോൾ അതിന് പ്രത്യേകിച്ചിട്ട് മറുപടി ഒന്നും പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം പോലും അവിടെ തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനെപ്പറ്റി ഇനി ശാസ്ത്രീയമായിട്ട് വീണ്ടും ഒരുപാട് അന്വേഷണങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിയാണല്ലോ. മനുഷ്യൻ എന്ത് ഏത് എങ്ങനെ എന്ന് അന്വേഷിക്കുന്നതാണ് മനുഷ്യന് ഏറ്റവും തൃപ്തികരമായ ഒരു കാര്യമാണ്. ഇതിൽ സ്ത്രീകളെ ഒഴിച്ചു നിർത്തിയിരിക്കുന്നു. റസൂൽ തന്നെ പറഞ്ഞിരിക്കുന്നു, സ്ത്രീകളെ ഇതിൽ നിന്ന് ഒഴിച്ചു നിർത്തിയിരിക്കുകയാണ്. കാരണം അവർക്ക് ബുദ്ധിയില്ല. കോടാനുകോടി സ്ത്രീകളുണ്ട് ലോകത്ത്. അവരാരും തന്നെ വിരലിലെണ്ണാവുന്ന ബുദ്ധിയുള്ളവർ മാത്രമേ ഉള്ളൂ ശാസ്ത്രരംഗത്തായി. ബാക്കിയുള്ളവരൊക്കെ നേരെ പോകും. അതായത് തിന്നുക, തൂറുക, കെടുക്കുക, ഉറങ്ങുക, തിന്നുക, തൂറുക, കെടുക്കുക, മറ്റുള്ള ജീവികളെ പോലെ തന്നെ. മനസ്സിലായി? അപ്പോൾ ഈ പുരുഷനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ശക്തിയും ചിന്തയൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അള്ളാഹു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? സ്ത്രീലിംഗമല്ല, ബഹുവചനം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നാണ്. പിന്നെ അവിടെ അതിൻ്റെ മകളെ പറ്റിയോ മരുമക്കളെ പറ്റിയോ മറ്റുള്ളതൊന്നും പറയുന്നില്ല. ആ ഏകനാണ്, ബഹുവചനമാണ്. സ്ത്രീലിംഗത്തെ പറ്റി പറയുന്നില്ല. അത് വെച്ചിട്ട് സ്ത്രീയെ
സ്ത്രീകളെ ഒഴിവാക്കിയ മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇതിൻ്റെ നേരെ ആഞ്ഞടിച്ച ചരിത്രമുണ്ട്, ആഞ്ഞടിക്കുന്നുണ്ട്, ഉള്ളാൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്ലാം എപ്പോഴും ശാസ്ത്രീയമായിട്ടാണ് നിലകൊള്ളുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആ ലോകാന്വേഷണത്തിലൂടെ പോയി നോക്കുമ്പോൾ എനിക്കത് മനസ്സിലായി. വസ്തു എന്ന് പറയുമ്പോൾ ഈ വസ്തു പ്രകാശത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് ഐൻസ്റ്റീൻ സിദ്ധാന്തിക്കുമ്പോൾ ആ പ്രകാശത്തിന് പിന്നെ എങ്ങനെ ഭാരം വന്നു എന്നാണ് ഈ മറ്റേ ഐസക് ന്യൂട്ടൻ്റെ സിദ്ധാന്തപ്രകാരം നമുക്ക് തോന്നുക. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ശരിയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു, ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടായി. നമ്മൾക്ക് തോന്നും എന്തെന്ന് അറിയോ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറബി ഭാഷ അറിയുന്ന എല്ലാവർക്കും അറിയാം, ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു, അതുവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ ആ ഇല്ലായ്മയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോൾ ഒരു അലിഫും കൂടി അവിടെ ഉദിക്കുന്നുണ്ട്. അവിടെ വെച്ചെങ്ങനെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആദ്യം തോന്നുന്നതില്ല, ഈ പ്രപഞ്ചമൊക്കെ നശിക്കാനുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയെ പറ്റി നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് തൽക്കാലം ഒന്നും മനസ്സിലാവില്ല. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ അറിയാത്തൊരു ശക്തി നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അറിയാത്തൊരു ശക്തിയെക്കുറിച്ചാണ് റസൂൽ പറഞ്ഞത് അള്ളാഹു എന്ന്. എന്താണ് ഇതിന് കാരണം? ഈ കാരണങ്ങൾക്കൊക്കെ ടോട്ടൽ കാരണം എന്ത്? അതാണ് അള്ളാഹു എന്ന 3 അക്ഷരത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. E = m². പിന്നെ അതിൻ്റെ കൂടെ പിന്നെ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യം എന്താണ്? അതവിടെ വെച്ച് അവസാനിപ്പിക്കും. അതേപോലെ തന്നെയാണ് ഈ ഒരൊറ്റ വാക്കും അള്ളാഹു. പിന്നെ അവിടെ നിന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അള്ളാഹു ആര്, പിന്നെ അതാര്, ഇതാര്, എന്ത് അന്വേഷിച്ചോളൂ. പക്ഷേ ഇല്ല എന്ന് പറയരുത്. കാരണം എന്താ വെച്ചാൽ അത് ഒരു സത്യമാണ്. അതെങ്ങനെ വെച്ചാൽ ഞാൻ ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നമുക്ക് ഒരു 7 വയസ്സായ ഒരു പെൺകുട്ടിയെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? പെൺകുട്ടി. ഈ 7 വയസ്സായ പെൺകുട്ടിക്ക് 14 വയസ്സാകുമ്പോഴേക്കും അവരുടെ മാറിടം പഴയ പോലെയല്ല നമ്മൾ കാണുന്നത്. അത് നല്ല തുടുത്ത് നല്ല യൗവനയുക്തയായിട്ടുള്ള സ്ത്രീയാക്കി മാറുന്നുണ്ട്. അത് മാറ്റുന്നത് ആ പെൺകുട്ടി തന്നെയാണെന്നാണ് ഈ മറ്റേ പിന്നെ ഐസക് ന്യൂട്ടൻ്റെ തിയറി പ്രകാരം നമുക്ക് തോന്നുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെയാണോ? അങ്ങനെയല്ല. അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ശക്തിയുണ്ട്. അതാണ് ഈ ഐൻസ്റ്റീൻ പറഞ്ഞത്. ഇതിന് പിന്നിലൊക്കെ എന്തോ ഒരു ശക്തിയുണ്ട്. കാരണം ഈ പെൺകുട്ടിക്ക് ആ മാറിടം അലങ്കാരമായിട്ടും വരുന്നുണ്ട്. അത് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചാൽ അവൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞിന് പിന്നെ മുല കൊടുക്കാനുള്ളൊരു ടെക്നിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ നെഞ്ചത്ത് നമ്മളെ പുരുഷന്മാരെ പോലെ തന്നെ 2 പുള്ളികളെ ഉണ്ടായിരുന്നുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 7 വയസ്സായ പെൺകുട്ടിയുടെ മുമ്പ് നമ്മൾ കാണുന്ന ആ ചെറിയ കുഞ്ഞിന് അത് പെണ്ണാണ് ആണാണ് എന്ന 2 രൂപം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാണിച്ചുള്ളൂ. പിന്നെ വേറൊരു പൊസിഷൻ എന്താ വെച്ചാൽ പെണ്ണുമല്ല ആണും അല്ലാത്ത ഇജിഡ എന്നൊരു പൊസിഷൻ കൂടി, രണ്ടും അല്ലാത്ത ഒരു, അത് ആണിലും ഉണ്ടാവും പെണ്ണിലും ഉണ്ടാവും. മനസ്സിലായില്ല? അപ്പോൾ ഇതൊരു നിയന്ത്രിതമായിട്ടുള്ളൊരു ശക്തി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് റസൂൽ പറഞ്ഞത്. അപ്പോൾ റസൂലാണ് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞ. മറ്റുള്ളവരൊക്കെ പറയുന്നതൊക്കെ നുണയെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ 2 വ്യക്തികൾക്കും മുമ്പുണ്ടായതാണ് റസൂൽ. അതിൻ്റെ മുമ്പിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് എന്താ പിന്നെ ഖുർആനിൽ അവിടെ എവിടെയും കാണാനില്ലല്ലോ പറഞ്ഞു. ഖുർആനിൽ ഇതിനൊക്കെ പറ്റിയൊരു സൂചന ഉണ്ടാവുള്ളൂ. കാരണം അങ്ങനെ എഴുതുകയാണെങ്കിൽ പിന്നെ ഖുർആൻ എഴുതിണ്ടാക്കിയിട്ട് ഈ ലോകം മുഴുവൻ പരത്തേണ്ടി വരും. അങ്ങനെയല്ല. നമ്മൾ ഈ ഖുർആനിൽ നിന്ന് ചിന്തിക്കുകയും ഖുർആനിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്കും പലതും കണ്ടെത്താൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല എന്ന് പറയുന്ന ഒരു ശക്തിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്നത്. അല്ലാതെ അത് വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ തെങ്ങോ മണ്ണോ സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയ ആരെങ്കിലോ അത് ഈ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണക്കുണ വർത്തമാനം പറയുന്ന മനുഷ്യന്മാരോ അങ്ങനെയല്ല. കാരണം മനുഷ്യനാണെങ്കിൽ അത് മരിച്ചു പോകുന്നു, വൃക്ഷമാണെങ്കിൽ ഉണങ്ങിപ്പോകുന്നു. മനസ്സിലായില്ലേ? സിമൻ്റാണെങ്കിൽ കാറ് പിടിച്ച് തുരുമ്പ് പിടിച്ച് പോകുന്നു, പാറയാണെങ്കിൽ പൊടിഞ്ഞു പോകും. അങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു സാധനമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല.
അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വീണ്ടും വീഡിയോ ഇടാം. ഇപ്പോൾ നമുക്ക് രസകരമായ ചിന്തന നിങ്ങൾ മനസ്സിലിരിക്കട്ടെ. ആ പെൺകുട്ടിക്ക് മുല കുടിക്കാനുള്ള എല്ലാവിധ സെറ്റപ്പും റബ്ബ് സുബ്ഹാനഹു വ തആല അവളുടെ ശരീരത്തിലൂടെ തന്നെ ഇത് സമയം കൊണ്ട്, അതാണ് സ്പെഷ്യൽ ഒരു റിലേറ്റിവിറ്റി ഉണ്ട് ഇതിന്, മനസ്സിലായില്ലേ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു സ്പെഷ്യൽ റിലേറ്റിവിറ്റി നമ്മെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രത്തിന് മുമ്പിൽ ലാസ്റ്റ് റോബർട്ട് ഐൻസ്റ്റീൻ വെച്ചത്. അദ്ദേഹം ജൂതനോ ക്രിസ്ത്യനോ അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരോ ആരോ ആയിക്കോട്ടെ, അല്ലാതെ അദ്ദേഹം ദൈവമില്ല എന്ന് പറയുന്ന ആളല്ല. അത് ഈ കമ്മ്യൂണിസ്റ്റുകാരും കണ്ട ചിന്താഗതിക്കാരൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന വെറും ഉഡായിപ്പ് ഉട്ടോപ്യൻ ചിന്താഗതിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇല്ലാതെ ഈ ലോകം എവിടെയില്ല. അതായത് ഈ ഇന്ത്യയിൽ കുറച്ച് സ്ഥലം മറ്റേ ദൈവം ഉണ്ടാക്കുകയും അറബി നാട്ടിൽ കുറച്ച് സ്ഥലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുകയും ജൂത നാട്ടിൽ കുറച്ച് സ്ഥലം യഹോവ ഉണ്ടാക്കുകയും, ഇതൊന്നും സിദ്ധാന്തമല്ല. ഇത് ടോട്ടൽ, ഇത് ആൾവേസ്, മനസ്സിലായില്ലേ? യൂണിവേഴ്സൽ, ടോട്ടൽ, ഈ ലോകം ഒന്നാകെ. ഇത് വേൾഡ് വരുമ്പോൾ ഭൂമി മാത്രമേ പെടുള്ളൂ. ഈ കാണുന്ന അണ്ടകടാഹം റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയതാണ്. അത് എന്തിനേയും ചോദിക്കരുത്. ഇനി ഞാൻ വീണ്ടും വീഡിയോ ഇടും, നിങ്ങൾക്ക് മനസ്സിലാവാനും എനിക്ക് തന്നെ മനസ്സിലാവും. ഞാൻ എന്നെ തന്നെ പറ്റി പഠിക്കുന്നു, അല്ലെങ്കിൽ എന്നെ നിങ്ങൾ പഠിക്കുന്നു. പഠിക്കുക. നമ്മളെന്തായാലും മരണപ്പെട്ടു പോകും, ഉറപ്പാണ്. പക്ഷെ നുണകൾ കേട്ട് മരണപ്പെട്ടു പോകണമെന്ന് വല്ല നിയമമൊന്നുമില്ല. നമ്മൾ സത്യത്തെ കൈവിടാതിരിക്കുക. സത്യം നമ്മളെ കയ്യിലുണ്ടോ നമുക്ക് എപ്പോഴും രക്ഷപ്പെടാനുള്ള പാതയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയും കൂടുതൽ മറ്റൊരു വിവരവുമായിട്ട് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. ഇത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ എപ്പോഴെപ്പോഴും അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇടുന്നവർക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മൾ ഇത് പ്രസിദ്ധീകരിക്കുള്ളൂ. സപ്പോർട്ട് ഇല്ലാത്തൊരു വിഷയം അല്ലെങ്കിൽ മറ്റൊരാൾ എന്തെങ്കിലും ഒരു ഇതുപോലെ കണ്ടൻറ് ഇടുകയാണെങ്കിൽ അത് മറ്റേ യൂട്യൂബ് തന്നെ അത് വേണ്ടെന്ന് വെക്കും. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, മറ്റേ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇനി മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.